അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് എംപിമാരുടെയും എംഎൽഎമാരുടെയും നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. രമേശ് ചെന്നിത്തല ധർണ ഉദ്ഘാടനം ചെയ്തു. ഇടപ്പള്ളി അരൂർ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായാണ് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പ്രഖ്യാപിക്കുന്നത്. അങ്കമാലി കരയാമ്പറമ്പിൽ നിന്ന് ആരംഭിച്ച് കുണ്ടന്നൂർ നെട്ടൂരിൽ അവസാനിക്കുന്ന 44.7 കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ്. ഇതിനായി 2024 ആരംഭിച്ച കല്ലിടൽ ജോലി ഭൂരിഭാഗവും പൂർത്തിയായി. എന്നാൽ സർവേ ജോലികളിൽ ഉൾപ്പെടെ വന്ന വീഴ്ച പദ്ധതിയെ അട്ടിമറിക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ ഇതിന് ഉത്തരവാദികളാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. എല്ലായിടത്തും മഞ്ഞക്കുറ്റിയിട്ടിരിക്കുകയാണ്. ഈ ഭൂമി മറ്റൊരാവശ്യത്തിന് കൈമാറാൻ കഴിയുന്നില്ല, വിൽക്കാൻ കഴിയുന്നില്ല. ഭൂമി ഗവൺമെന്റ് ഈ പാതയ്ക്ക് അങ്കമാലി കുണ്ടന്നൂർ പാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നില്ല. ഈ ഗവൺമെന്റ് വികസന രംഗത്തൊരു വലിയ വട്ടപൂജ്യമാണ്, ഒരു പരാജയമാണ്. പക്ഷേ പ്രഖ്യാപനങ്ങൾ നിരന്തരം നടക്കുന്നു. പ്രഖ്യാപനങ്ങൾക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ ഈ പ്രഖ്യാപനങ്ങളൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല. ആദ്യഘട്ട നോട്ടിഫിക്കേഷനായ 3A ഇറങ്ങി ഒരു വർഷ കാലയളവിനുള്ളിൽ രണ്ടാം ഘട്ടമായ 3D നോട്ടിഫിക്കേഷൻ ഇറക്കണമെന്നുള്ളതാണ് ചട്ടം. എന്നാൽ സർവേ നടപടികൾ പൂർത്തിയാക്കാതെ വന്നതോടെ 3A റദ്ദായി. ഇതോടെ സ്ഥലമേറ്റെടുപ്പിനായി ഭൂമി നൽകാൻ തയ്യാറായ ജനങ്ങൾ ദുരിതത്തിലാണ്. കേരളയുടെ പദ്ധതി പോലെ ശബരിപാതയുടെ പദ്ധതി പോലെ ഈ കല്ല് ഇവിടെ കിടന്നുകൊണ്ട് തങ്ങളുടെ ഭൂമി വിൽക്കാനോ ഭൂമി ബാങ്കിൽ പണയം വെക്കാനോ പറ്റില്ല എന്നൊരു അവസ്ഥയിലാണ് പല ആളുകളും. ഈ വീടുകൾ പോകും എന്ന് പറഞ്ഞ് ഈ പറയുന്ന പല ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്ത ആളുകളുണ്ട്. ഇത് ഈ പറയുന്ന ജനങ്ങളോട് ചെയ്ത വലിയൊരു ക്രൂരതയാണ്. കേരള സർക്കാർ 6/4/24 ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്, ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതായത് NH 66-നും 966-നും മാത്രം കാലപ്പഴക്കം കണക്കാക്കാതെ നഷ്ടപരിഹാരം കൊടുത്താൽ മതി, മറ്റ് പദ്ധതികൾക്ക് ബാധകമല്ല എന്നൊരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇത് ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയാണ്. റദ്ദായ 3A നോട്ടിഫിക്കേഷന് പകരം പുതിയ 3A നോട്ടിഫിക്കേഷൻ ഇറക്കണം. തുടർന്ന് മറ്റു നടപടികൾ പൂർത്തിയാക്കി ഭൂമി എത്രയും വേഗം ഏറ്റെടുത്ത് 2013 LARA ആക്ട് പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അല്ലാത്തപക്ഷം സമരം കടുപ്പിക്കുമെന്നും ഇവർ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.